ആറാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നല്ല കൊതിയൂറുന്ന പലഹാരങ്ങളുമായി ജോലി കഴിഞ്ഞ് കയറി വരുന്ന ഒരു വലിയമ്മയും ആ വലിയമ്മയെ ചുറ്റിപ്പറ്റിയുള്ള വിശേഷങ്ങളും ഒക്കെ നിറഞ്ഞ ബാല്യകാല സ്മരണ നമ്മളിലേക്ക് പുതുക്കിത്തരുന്ന ദിവാകരൻ വിഷ്ണുമംഗലം എന്ന കവിയുടെ കൊയക്കട്ട എന്ന പാഠഭാഗമാണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് ഇവിടെ അവതരിപ്പിച്ചിരുന്നത്, അല്ലെങ്കിൽ നമ്മൾ വീഡിയോയിലൂടെ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു 2 സ്റ്റാൻസ കൂടി ബാക്കിയുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം വലിയമ്മ മടിക്കുത്തിൽ എന്താണ് കൊയക്കട്ട എന്ന പലഹാരം കൊണ്ടുവരുന്ന, കൊയക്കട്ട എന്താണെന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആ പലഹാരവും ആ പലഹാരത്തെ ചുറ്റിപ്പറ്റിയുള്ള കഥകളും സ്മരണകൾ, കഥകളല്ല ഓർമ്മകൾ, പിന്നെ വലിയമ്മയെക്കുറിച്ച്, വലിയമ്മ എന്ന് പറഞ്ഞാൽ സ്നേഹമാണെന്നും അവർ നമ്മളെ എങ്ങനെയൊക്കെയായിരുന്നു ശുശ്രൂഷിച്ചതെന്നും ആ വലിയമ്മയുടെ കരസ്പർശമേറ്റാലുള്ള തണുപ്പിനെക്കുറിച്ചും വലിയമ്മയുടെ നാട്ടുവൈദ്യ പെരുമയെക്കുറിച്ചും ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് ഈ വീഡിയോയിൽ. ലതാ സിജു വേൾഡിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൂട്ടുകാരെ, നമ്മൾ വലിയമ്മയുടെ മരുന്ന് പ്രയോഗം അല്ലേ, അതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി അകന്നുപോയി അവയെല്ലാം ബാല്യകാല സ്മരണയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അകന്നുപോയി അവയെല്ലാം വലിയമ്മ മറവിതൻ കരിമ്പടം പുതച്ചെങ്ങോ മറഞ്ഞുപോയി. വയലുകൾ നികന്നിങ്ങും നഗരത്തീ വിഭവങ്ങൾ വിളമ്പുന്ന മണിമേട് ഉയർന്നു വാനിൽ. എന്താണ് അകന്നുപോയവയെല്ലാം? അകന്നുപോയവയെല്ലാം വലിയമ്മ മറവിതൻ കരിമ്പടൻ പുതച്ചെങ്ങോ മറഞ്ഞുപോയി. വയലുകൾ നികന്നെന്നും നഗരത്തി വിഭവങ്ങൾ വിളമ്പുന്ന മണിമേട ഉയർന്നു വാനിൽ. ആ വലിയമ്മയും ആ പലഹാരവും, നാടൻ പലഹാരവും ഒക്കെ എങ്ങോ മറഞ്ഞുപോയി. എന്നുവെച്ചാൽ വലിയമ്മ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു അല്ലേ. ആ ഓർമ്മകൾ മാത്രമാണ് ഇന്ന്, കവിയുടെ മനസ്സിലെ ഓർമ്മകളാണ് ഇന്ന് കൊയക്കട്ട എന്ന ഈ കവിതയായി നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ ഓരോരുത്തർക്കും ഉണ്ട് ഓരോ പിന്നിൽ നമുക്ക് ഓർക്കാൻ പറ്റിയ പല ബാല്യകാല സ്മരണകളും. അകന്നുപോയി അവയെല്ലാം, ഈ മേളിൽ പറഞ്ഞ സർവ്വകാര്യങ്ങളും അകന്നു. വളരെ മുൻപുള്ള കാര്യമല്ലേ. വലിയമ്മ മറവിതൻ കരിമ്പട, നോക്കിക്കോണം ആ വാചകത്തിൻ്റെ ഒരു സൗന്ദര്യം. മറവിതൻ കരിമ്പടം പുതച്ചെങ്ങോ മറഞ്ഞുപോയി. മറവിയാകുന്ന കരിമ്പടം എന്ന് വെച്ചാൽ കമ്പിളിപ്പുതപ്പിനെയാണ് കരിമ്പടം പണ്ടങ്ങനെയാണ് പറയുന്നത്. ആ കമ്പിളിപ്പുതപ്പ് മറവിയാകുന്ന കരിമ്പടം പുതച്ചെങ്ങോ മറഞ്ഞു വെച്ചാൽ വലിയമ്മയും കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു, ഇന്നില്ല. അതേപോലെ തന്നെ അന്ന് ആ ചുറ്റുപാട് വയൽ കയറി വരമ്പ് കയറി നടന്ന് ക്ഷീണിച്ച് മലഞ്ചെരുവിലൂടെ ഒക്കെ വരുന്നു എന്നാണ് വലിയമ്മയുടെ സഞ്ചാരം. അങ്ങനെയാണ് ഇവിടെ കവി വിവരിച്ചിരുന്നത്. ആ വഴികൾ, വയലുകളൊക്കെ നികത്തി അവിടെയെല്ലാം എന്തായി മാറി? നഗരത്തീ വിഭവങ്ങൾ വിളമ്പുന്ന മണിമേട് ഉയർന്നു വാനിൽ. നഗരത്തീ വിളമ്പുന്ന, അവിടെ 2 അർത്ഥമുണ്ട്. വലിയ വലിയ കെട്ടിടങ്ങളായി, മാത്രമല്ല ആ കെട്ടിടങ്ങളിലൊക്കെ, അവിടെ ഉണ്ടാകുന്ന കെട്ടിടങ്ങളിലൊക്കെ ഉണ്ടായി വന്നിരിക്കുന്ന പുതിയ പുതിയ ഭക്ഷണശാലകൾ, അവയൊക്കെ മറ്റൊരു രുചി തരുന്നവയായിരുന്നു. മാത്രമല്ല നഗരത്തീ വിഭവങ്ങൾ വിളമ്പുന്ന മണിമേട് ഉയർന്നുമാണ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ ഫാസ്റ്റ് ഫുഡ് അങ്ങനെയൊക്കെയുള്ള പഴയകാല. ഇപ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട്, പുതിയ പുതിയ സാധനങ്ങളാണെന്നും പറഞ്ഞുകൊണ്ട് പഴയകാല കൊഴുക്കട്ടകളും അല്ലെങ്കിൽ കൊയക്കട്ടകളും ഇലയടയും, വാഴയിലയിൽ ഉണ്ടാക്കുന്ന വളരെ സ്വാദിഷ്ടമായ ഇലയട, ഇതൊക്കെ എന്തോ പ്രത്യേക വിഭവമായിട്ട് ഇന്ന് വലിയ വലിയ റെസ്റ്റോറൻറ്റുകളുടെ ചില്ല് അലമാരയിൽ സ്ഥാനം പിടിച്ചു വരുന്നുണ്ട് ഇപ്പം. മനസ്സിലായില്ലേ? അത് ഒരു സമയത്ത് കളഞ്ഞതാണ്. നമ്മുടെ അവില് ഒരു ചില ദിവസം രാവിലെ അവില് നനച്ച് തരുന്നതായിരിക്കും അന്നത്തെ പലഹാരം. അതൊക്കെ ഇന്ന് വരുന്നുണ്ട്. ഇന്ന് വീണ്ടും എന്തോ പുതിയ സാധനമാണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. പക്ഷേ ശരിയാണ്, ഇന്നുള്ള കുട്ടികൾക്ക് അതൊക്കെ പുതിയ കാര്യം തന്നെയാണ്. അവർക്ക് അട എന്നൊക്കെ പറയുന്ന എന്തോ മഹത്തായ സംഭവം. നമുക്ക് പഴയ നാവിൻ രുചികളിൽ അത് ഇന്നും ഒരു രുചിയായിട്ട് തന്നെ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പം അന്നത്തെ ആ ചുറ്റുപാടുകളെല്ലാം അകന്നു. ആ വലിയമ്മ എങ്ങോ മറഞ്ഞു. ഇപ്പോഴേ മടിക്കുത്തിൽ പിന്നെ പലഹാരങ്ങളുമായി വരുന്ന വലിയമ്മമാരില്ല. ഇപ്പോൾ പൊതുവെ വലിയമ്മമാരൊക്കെ വീട്ടിൽ തന്നെയാണ്. മാത്രമല്ല അവരൊന്നും ഈ കുഴക്കട്ടയൊന്നും കൊണ്ടുവന്ന് കൊടുത്ത കൊച്ചുങ്ങളൊന്നും കഴിക്കാറുമില്ല അല്ലേ. അവർക്കൊക്കെ എന്തൊക്കെ മതി, പുറത്തുള്ള നല്ല വേറെ സ്പൈസി ആയിട്ടുള്ള ഫുഡുകളൊക്കെയാണ് ഇഷ്ടം.
അതവിടെ നിൽക്കട്ടെ, ഒരുപാട് നമ്മൾ പറഞ്ഞു പോകുന്നില്ല. അപ്പം അകന്നുപോയവയെല്ലാം വലിയമ്മ മറവിതൻ കരിമ്പടം പുതച്ചെങ്ങോ മറഞ്ഞുപോയി. വയലുകൾ നികന്നെങ്ങും നഗരത്തി വിഭവങ്ങൾ വിളമ്പുന്ന മണിമേട ഉയർന്നുവാനിൽ. വലിയ വലിയ കെട്ടിടങ്ങളായി, വയലൊക്കെ നികത്തി ആ സ്ഥലമൊക്കെ വലിയ കെട്ടിടങ്ങളായി മാറി. അവിടെയൊക്കെ പുതു പുതു രുചികൾ തരുന്ന നല്ല സ്പൈസി ആയിട്ടുള്ള തീ വിഭവങ്ങളൊക്കെ വിളമ്പാൻ തുടങ്ങുന്ന ഇടങ്ങളായി. പല ദേശങ്ങളിൽ നിന്നും വിലയേറും പലഹാരം പലതും ഞാൻ അതിൽ പിന്നെ കഴിച്ചെന്നാലും വലിയമ്മ കൊണ്ടുവന്ന കൊയക്കട്ടയോളമൊന്നും പകർന്നില്ല രുചി എന്നിൽ സ്മൃതിയിൽ ഹൃത്തിൽ. ഇന്നുള്ള കുട്ടികൾ ഓർക്കേണ്ട ഒരു കഥയാണ്. ഇപ്പം ഇന്ന് ഈ കഴിക്കുന്ന പലഹാരങ്ങൾ ഇനി ഒരു കുറച്ച് കഴിയുമ്പോൾ ഇതൊന്നും ഇന്ന് കിട്ടാറില്ല. ഇനി പിന്നെ പുതിയ പുതിയ ഐറ്റങ്ങളായിരിക്കും വരുന്നത്. അന്ന് ഈ പഴയ ഐറ്റങ്ങളുടെ ടേസ്റ്റ് നാവിൽ വരുന്ന ഇതേപോലെയുള്ള കഥകൾ വരാൻ സാധ്യതയുണ്ട്. എന്നാലും ഈ പറഞ്ഞ പോലെ പഴയകാലത്തെ രുചി എന്ന് പറഞ്ഞാൽ അതിനകത്ത് കളങ്കമോ മായമോ ഒന്നുമില്ല. മായം ചേർക്കുന്ന ഒരു സാധനങ്ങളും ഇല്ല. ഇന്നതല്ല, മായങ്ങളുടെ എന്താ പറയുക, മഹനീയ കലവറ എന്നൊക്കെ പറയുന്ന പോലെ ഇനിയും വരുന്ന കാലത്തും ഇതിൻ്റെ ഡബിൾ മായമായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അതുപോലെ പല ദേശങ്ങളിൽ നിന്നും വിലയേറും പലഹാരം. ഒരുപാട് നാടുകളിൽ, അതായത് ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ബാല്യകാലമൊക്കെ കഴിഞ്ഞ് വളർന്ന് വലുതായി പല രാജ്യങ്ങളിൽ ജോലി തേടി പോയ സമയത്തൊക്കെ കഴിച്ചിട്ടുള്ള പലഹാരങ്ങൾ, അത് പലതും ഞാൻ കഴിച്ചിട്ടുണ്ട്. പലതും ഞാൻ അതിൽ പിന്നെ കഴിച്ചു. അന്നത്തെ ആ കാലം കഴിഞ്ഞതിന് ശേഷം പല പല വിലയേറിയ പല രുചികളിലുള്ള പല ഭക്ഷണങ്ങൾ പല നാട്ടിൽ ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിലും അല്ലേ, എന്നാലും പലതും ഞാൻ അതിൽ പിന്നെ കഴിച്ചെന്നാലും എന്താ, വലിയമ്മ കൊണ്ടുവന്ന കൊയക്കട്ടയോളമൊന്നും ആ ടേസ്റ്റ് ഒന്നും ഈ വലിയമ്മ തന്നിരുന്ന അവിടെ വലിയമ്മയുടെ സ്നേഹവും കൂടെ ചേർന്നിട്ടുണ്ട്. വലിയമ്മ കഷ്ടപ്പെട്ടിട്ട് വേർപ്പിൻ്റെ ഒരു ടേസ്റ്റ് കൂടെ ആ കുഴക്കട്ടയിലുണ്ട്. അത് വേറൊരു സത്യം. അവിടെ പഴയ കാലത്തിൻ്റെ നന്മയാണ് കവി അവിടെ എടുത്തു കാണിക്കുന്നത് അല്ലേ. ആ കുഴക്കട്ടയുടെ രുചി മാത്രമല്ല, അത് കൊണ്ടുതരുന്ന മനസ്സിൻ്റെ ഒരു സുഖം, ഒരു വാത്സല്യം, പിന്നെ വലിയമ്മ തന്നിട്ടുള്ള സ്നേഹം, ഇതെല്ലാം കൂടെ ചേർന്നാണ് ആ ടേസ്റ്റ് അത്രയും ടേസ്റ്റ് തോന്നിയത്. വലിയമ്മ കൊണ്ടുവന്ന കൊയക്കട്ടയോളമൊന്നും പകർന്നില്ല രുചി എന്നിൽ സ്മൃതിയിൽ ഹൃത്തിൽ. അത്രയ്ക്ക് ടേസ്റ്റ് ഇന്നുള്ള പുതിയ പലഹാരങ്ങൾക്കൊന്നുമില്ല. അതിൻ്റെ കാരണമാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത്. അവിടെ പലഹാരത്തിൻ്റെ ടേസ്റ്റ് മാത്രമല്ല, ആ രുചിയുമില്ല. ആ സ്മൃതിയിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ, എൻ്റെ ഹൃദയത്തിൽ അതേ കണക്കുള്ള ടേസ്റ്റുള്ള ഒരു പലഹാരവും ഇന്ന് ഏത് പുതിയ ഇടത്തിൽ എത്ര സൗകര്യങ്ങളോട് കൂടി ഉള്ളിടത്ത് ചെന്നാലും കിട്ടില്ല എന്നാണ് നമ്മുടെ കവി ഇവിടെ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. അപ്പം പഴമയുടെ നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയില്ലേ, ഗൃഹാതുരത്വം എന്ന്, അത് പല രീതിയിലുണ്ട്. നമ്മുടെ നാടിനെ ഓർമ്മിപ്പിക്കുന്ന അല്ലെങ്കിൽ നാട്ടിലെ സ്നേഹത്തിനെ ഓർമ്മിപ്പിക്കുന്ന ആ വാചകം അല്ലേ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നൊസ്റ്റാൾജിയ, നൊസ്റ്റു എന്നൊക്കെ പറയും. അതിൻ്റെ മലയാളത്തിൽ പറയുന്ന ഗൃഹാതുരത്വം. ചില പാട്ടുകൾ, സിനിമാ പാട്ട്, നാളികേരത്തിൻ്റെ കേട്ടിട്ടില്ലേ, ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര നൊസ്റ്റുവാണ്, നമുക്ക് ഭയങ്കര ഗൃഹാതുരത്വം തോന്നുന്നതാണ്. അതേപോലെ പിന്നെ എന്താ പറയുക, ഈ കൊയക്കട്ടയെ പോലെ ഇന്ന് എവിടെ ചെന്ന് കഴിക്കുന്ന പലഹാരത്തിനും ആ കൊയക്കട്ടയോളം സ്വാദില്ല എന്ന് പറഞ്ഞാൽ എന്താ, ഇത്രയും പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ, പഴയ കാലത്തിലെ എന്തും നമുക്ക് വിലമതിക്കാനാവാത്തതാണ്. ചില കാര്യങ്ങൾ പഴയതിലേക്കൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്, ഓക്കെ. എന്നാലും വളരെ നല്ലൊരു കവിതയായിരുന്നു കൊയക്കട്ട എന്ന ഈ പാഠം. ദിവാകരൻ വിഷ്ണുമംഗലം അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെ ഓർമ്മകളാണെങ്കിൽ പോലും അത് ഓരോ അവരെയും ഇത് പറയുന്ന എനിക്ക് പോലും ബാല്യകാലത്തിലേക്ക് നമ്മളെ എത്തിപ്പിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ വലിയമ്മയുടെ അല്ല അമ്മൂമ്മമാരുടെ സ്നേഹം, അന്നത്തെ ടേസ്റ്റ്, അന്നത്തെ ചികിത്സാ സമ്പ്രദായം, അന്നത്തെ ജോലി. ഇന്ന് എല്ലാവരും വലിയ വലിയ ഭയങ്കര ഉദ്യോഗം ഭരിക്കുന്ന എന്താ പറയുക, കസേരയിൽ മാത്രമേ ഇരുന്ന് AC-യുടെ തണുപ്പത്തൊക്കെയും ചെയ്യുന്ന. പണ്ടെല്ലാ ജോലിയും അങ്ങനെയൊക്കെയുള്ള ജോലികളാണ് പണ്ടുള്ളത്. ആ ജോലി കഷ്ടപ്പാടിൻ്റെ ജോലി, പക്ഷെ ആ ജോലിക്കൊക്കെ ഒരു എന്താ പറയുക, സംതൃപ്തി ഉണ്ടായിരുന്നു.
ഏത് കാര്യത്തിനും കളവ് മാത്രമേ ഉള്ളൂ ഇപ്പം. പണ്ട് അങ്ങനല്ല അല്ലേ? പണ്ട് മാവേലി ഭരിച്ചിരുന്നത് കൊണ്ടൊന്നും എന്നൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല പൊളിവചനം എന്ന വാക്കുകൾ അതൊരാളെ ബേസ് ചെയ്തിട്ടല്ലെങ്കിൽ പോലും സത്യമാണതൊക്കെ. ഇന്ന് അതൊന്നും അല്ല. ഒരുപാട് 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 അകലെയായിപ്പോയി നമ്മൾ. അങ്ങനെ ആ അകൽച്ച നമ്മുടെ ഓരോ കാര്യത്തിലും വ്യക്തമാക്കി തരുന്നുണ്ട് ഈ കവിത. കൂട്ടുകാരെ, കവിതയുടെ ബാക്കി പ്രവർത്തനങ്ങളും കവി പരിചയവും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും വീഡിയോ കാണുക, പിന്നെ എന്താ പറയുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നിടം വരെ എല്ലാവർക്കും നന്ദി.